ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചിട്ടും വീട്ടിൽ വിശ്രമിക്കാതെ ജനനന്മയ്ക്ക് വേണ്ടി സൈക്കിൾ ചവിട്ടുകയാണ് ഈ പോലീസുകാരൻ. കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും SI ആയി വിരമിച്ച ഷാജഹാനാണ് ലഹരിക്കെതിരെയുള്ള പ്രചാരണവുമായി 2025 കിലോമീറ്റർ സൈക്കിൾ യാത്ര നടത്തുന്നത്. ഷാജഹാന്റെ സൈക്കിൾ യാത്ര ഇടുക്കിയിലെ മലമടക്കുകളിലും എത്തി. 2025 മെയ് 31-നാണ് 31 വർഷത്തെ പോലീസ് ജീവിതത്തിൽ നിന്നും കൊല്ലം പള്ളിമൺ സ്വദേശി ഷാജഹാൻ വിരമിച്ചത്. ഔദ്യോഗിക സേവനം അവസാനിച്ചെങ്കിലും ജനങ്ങൾക്കൊപ്പം നിൽക്കാനുള്ള ഷാജഹാന്റെ മനസ്സിന് വിരമിക്കലും വിശ്രമവുമില്ല. അതുകൊണ്ട് തന്നെ റിട്ടയറായ ദിവസം കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങളുമായി ഈ ഉദ്യോഗസ്ഥർ സൈക്കിൾ ചവിട്ടാനിറങ്ങി. കേരളത്തിലെ മുഴുവൻ ജില്ലകളുടെയും സൈക്കിൾ പ്രയാണം നടത്തിയും ഓരോ പ്രദേശങ്ങളിലെയും സ്കൂളിലും പൊതുവിടങ്ങളിലും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസുകളും നടത്തിയും പോലീസിന്റെ യോദ്ധാവ് പദ്ധതിയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് വേണ്ട അവബോധവും സൃഷ്ടിച്ചു. യാത്ര ആരംഭിച്ച 11 ദിവസം കൊണ്ട് ഷാജഹാൻ മുഴുവൻ ജില്ലകളും സഞ്ചരിച്ച് കാസർഗോഡ് മഞ്ചേശ്വരത്തെത്തി. എന്നാൽ അവിടെയും ഒതുങ്ങിയില്ല. സംസ്ഥാനത്തെ മലയോര മേഖലയിലൂടെയായി അടുത്ത ദിവസങ്ങളിലെ യാത്ര. അട്ടപ്പാടിയും വയനാട്ടിലെയും ഇടുക്കിയിലെയും എല്ലാ മലയോര പ്രദേശങ്ങളിലൂടെയും ഈ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ യാത്ര നടത്തുകയാണ്. സബ് ഇൻസ്പെക്ടറായിട്ട് റിട്ടയർ ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. റിട്ടയർ ചെയ്ത ദിവസം തന്നെ കേരളത്തിന്റെ 14 ജില്ലകളിൽ കൂടി 2025 കിലോമീറ്റർ സൈക്കിളിൽ സഞ്ചരിച്ചുകൊണ്ട് ലഹരിക്കെതിരെയുള്ള ഒരു യുദ്ധമാണ്. കേരള പോലീസിന്റെ യോദ്ധാവ് എന്നൊരു സംവിധാനമുണ്ട്. ഈ യോദ്ധാവിന്റെ എന്താണെന്നും യോദ്ധാവിന്റെ ഫോൺ നമ്പർ പൊതുജനങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടി ഇതും കൂടിയുള്ള ഒരു പ്രചാരണം കൂടി ഇതിനു കൂടി നടത്തുന്നുണ്ട്. എന്തായാലും പൊതുജനങ്ങളുടെ സപ്പോർട്ടും പോലീസ് ഉദ്യോഗസ്ഥരുടെ സപ്പോർട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്റെ യാത്ര തുടരും. ഇതിനോടകം തന്നെ 80ഓളം സ്കൂളുകളിലും 40ഓളം പൊതുവിടങ്ങളിലും ഷാജഹാൻ ലഹരിവിരുദ്ധ ക്ലാസുകൾ നയിച്ചു. 2019 സേവനത്തിലിരിക്കെ ഹെൽമറ്റ് ഉപയോഗിക്കൂ ജീവൻ രക്ഷിക്കൂ എന്ന് മുദ്രാവാക്യമുയർത്തിയും 1700 കിലോമീറ്റർ ഇദ്ദേഹം സൈക്കിൾ പ്രയാണം നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ 2025 കിലോമീറ്റർ സൈക്കിൾ പ്രയാണം നടത്തുന്നത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.